നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ടാവും. നമ്മുടെ കുടുംബത്തിലുണ്ടാവും, നമ്മുടെ ജോലി സ്ഥലത്തുണ്ടാവും, നമ്മുടെ ബിസിനസ്സിലുണ്ടാവും, നമ്മുടെ എതിരാളികൾ. അതായത് എതിരാളികൾ എപ്പോഴും കാണും, പക്ഷെ നമ്മളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ കുറെ അധികം കാണും. പ്രത്യേകിച്ച് ഒരാൾ ഏതെങ്കിലും ഒരു തലത്തിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് എപ്പോഴും ശത്രുക്കളുണ്ടാവും. അയാളെ എങ്ങനെയെങ്കിലും വലിച്ചു താഴെ ഇടാൻ നോക്കിയിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്താൻ ഒരു മന്ത്രവാദമുണ്ട്. അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ആദ്യമേ പറയട്ടെ, നമ്മൾ ആരെയും ദ്രോഹിക്കാൻ പോകുന്നില്ല, ആരെയും ഉപദ്രവിക്കാൻ പോകുന്നില്ല, അങ്ങനെയുള്ള ഒരു മന്ത്രവാദവും നമ്മൾ ചെയ്യുന്നില്ല. ഇതെല്ലാം ചെറിയ ചെറിയ പൂജകളാണ്. നമ്മുടെ അമ്പലത്തിൽ നമ്മൾ ശത്രു സംഹാരം ചെയ്യത്തില്ലേ, അതുപോലെ ഉള്ള ചെറിയ ചെറിയ പൂജകളാണ്. പക്ഷെ വെസ്റ്റേൺ കൾച്ചറിനോട് ചേർന്നിരിക്കുന്ന രീതിയിൽ നടത്തുന്ന പൂജകൾ. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ സ്പെൽസ് ഒന്നും മന്ത്രവാദം ഒന്നും പറയുന്നത്. യഥാർത്ഥത്തിൽ ഇത് വെറും പൂജ മാത്രമാണ്, നമ്മുടെ അമ്പലത്തിൽ ചെയ്യുന്ന പോലെയുള്ള പൂജയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മൾ ഏതൊരു പൂജ ചെയ്യുന്നതിന് മുമ്പേയും നമുക്ക് ആദ്യം അവിടെ വൃത്തിയാക്കണം. ആ സ്ഥലം നമുക്ക് വൃത്തിയാക്കാം. അപ്പം നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മുടെ ഹിന്ദു രീതി അനുസരിച്ച് നമ്മൾ അവിടെ എല്ലാം തേച്ച് കഴുകി ശുദ്ധം വരും അല്ലേ? അപ്പോൾ അതുപോലെ നമ്മൾ ഹൂഡു ആണ് നമ്മൾ ഇന്ന് ഫോളോ ചെയ്യുന്നത്. ഹൂഡു എന്ന് പറയുമ്പോൾ ആഫ്രിക്കൻ ഒരു റിലിജൻ പോലെയാണ്. അതായത് ആഫ്രിക്കൻസിന്റെ ഒരു രീതിയാണ് ഹൂഡു എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ആദ്യം ഇങ്ങനെയുള്ള എല്ലാ മന്ത്രവാദങ്ങളിലും ആദ്യം ചെയ്യുന്നത് വൃത്തിയാക്കലാണ്. അതായത് നമ്മൾ ശുദ്ധി വരുത്തല്. അപ്പൊ ശുദ്ധി വരുത്താൻ എന്ത് ചെയ്യും? ആദ്യം സെയ്ജ് എന്ന് പറഞ്ഞൊരു ഇലയുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ആമസോണിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. സെയ്ജ് എടുത്ത് കത്തിച്ച് അത് നമ്മുടെ നമ്മൾ ഇരിക്കുന്നതിൻ്റെ ചുറ്റും ഒന്ന് അതുകൊണ്ടൊന്ന് അതിൻ്റെ പുക അവിടെ എല്ലാം ഒന്ന് ഓടിക്കും. പിന്നെ നമുക്ക് എപ്പോഴും ഒരു സർക്കിൾ, അതായത് ഒരു വൃത്താകൃതിയിൽ വരച്ചിട്ട് അതിൻ്റെ അകത്തിരുന്ന് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഇപ്പം നമ്മൾ ഒരു അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ അമ്പലത്തിനകത്ത് പൂജ എവിടെയാണ് ചെയ്യുന്നത്? അടച്ച ഒരു മുറിക്കകത്തല്ലേ ഇരുന്ന് ചെയ്യുന്നത്. അവിടെ ഇരുന്ന് ചെയ്യുന്ന പൂജാരി ഒരു ദൈവത്തിൻ്റെ അടുത്ത് വിഗ്രഹം ഇരിക്കുന്നതിനകത്ത് അടച്ചിരുന്നാണ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് ഈ മാതിരിയുള്ള മന്ത്രവാദങ്ങളെല്ലാം ചെയ്യുമ്പോൾ ഒരു വൃത്താകൃതിയിൽ ഒരു സർക്കിൾ വരയ്ക്കും. നമ്മൾ വരച്ചിട്ട് അതിൻ്റെ അകത്താണ് ഇരുന്ന് ചെയ്യുന്നത്. അപ്പോൾ ആ വരയ്ക്കുന്നത് നമുക്ക് അതൊരു നമ്മുടെ പുറത്തുനിന്നുള്ള ഒന്നും അകത്തോട്ട് വരാതിരിക്കാനും അകത്തുള്ള ഒന്നും പുറത്തോട്ട് പോകാതിരിക്കാനും ഉള്ള ഒരു രക്ഷാകവചം പോലെയാണ് നമ്മൾ വരയ്ക്കുന്ന വൃത്താകൃതിയിൽ വരയ്ക്കുന്ന സർക്കിൾ. അപ്പോൾ അത് നമുക്ക് കൈ കൊണ്ട് വരയ്ക്കാം, ചുണ്ടുവിരൽ കൊണ്ട് വരയ്ക്കാം, നമുക്ക് ചോക്ക് കൊണ്ട് വരയ്ക്കാം, നമുക്ക് അരിപ്പൊടി ഇട്ട് വരയ്ക്കാം, നമുക്ക് ഉപ്പിട്ട് വരയ്ക്കാം. അങ്ങനെ എന്ത് വേണമെങ്കിലും ഇട്ട് വരയ്ക്കാം. അപ്പൊ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വെറുതെ നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ചൂണ്ടുവിരൽ കൊണ്ട് അന്തരീക്ഷത്തിൽ ചുറ്റും വരയ്ക്കാം. നമുക്ക് ചുറ്റും വരയ്ക്കാം. എന്നിട്ട് ഒരാൾക്ക് ഇരിക്കാൻ തക്ക വലിപ്പമുള്ള ഒരു സർക്കിൾ വരച്ച് അതിനുള്ളിൽ ഇരിക്കുക. നമ്മുടെ സാമഗ്രികളെല്ലാം അതിൻ്റെ ഉള്ളിൽ തന്നെ വെക്കുക. അപ്പോൾ ഇത് ഒരു അടച്ച ഒരു വാതിൽ അടച്ചിരിക്കുന്ന ഒരു പ്രതീതിയാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ടാണ് നമ്മളുടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനുള്ളിൽ ഇരുന്നാണ് ചെയ്യുന്നത്. ഇനി ഇത് വരയ്ക്കുന്ന സമയത്ത് ചില പൂജകൾക്ക്, അതായത് ചില സ്പെൽസിന്, ചില മന്ത്രവാദത്തിന് ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, അതായത് ക്ലോക്ക് നീങ്ങുന്ന വഴിയിലൂടെ അങ്ങനെ വരച്ച് തുടങ്ങാം. ചിലതില് അതിന്റെ എതിർ ദിശയിലൂടെ വരയ്ക്കും. അങ്ങനെ രണ്ട് തരത്തിലാണ്. അത് ഏതൊക്കെയാണെന്നുള്ളത് അതിന്റെ സമയത്ത് പറഞ്ഞു തരാം. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ഈ പൂജയ്ക്ക് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് വരയ്ക്കാൻ പോകുന്നത്. ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ക്ലോക്ക് മൂവ് ചെയ്യുന്നത് 12-ൽ നിന്ന് 1-ലോട്ട് അല്ലേ? അപ്പം ഇത് നമുക്ക് 12-ൽ നിന്ന് 11-ലോട്ട്, അതായത് തിരിച്ച് അങ്ങനെയാണ് വരയ്ക്കാൻ തുടങ്ങുന്നത്. അവിടെ മുതൽ 12-ൽ നിന്ന് വരച്ച് 11, 10 അങ്ങനെ വരണം. അങ്ങനെ വന്ന് തിരിച്ച് 12-ലോട്ട് വരണം. അപ്പൊ അതായത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അങ്ങനെയാണ് നമ്മൾ സർക്കിൾ വരയ്ക്കുന്നത്. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്.